ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നാളെയാണ് നമ്മുടെ സ്വന്തം ഫിസിക്സ് പരീക്ഷ. നിങ്ങളെല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് മക്കളെ. ഇന്ന് രാത്രി കൃത്യം 7:30 ഏറ്റവും പ്രധാനപ്പെട്ട 100% ഷുവർ ആയ ചോദ്യങ്ങളുമായിട്ട് ഞാനും ജസീൽ സാറും വരുന്നുണ്ട്. ലൈവ് ആരും തന്നെ മിസ്സാക്കരുത്. അതിന് പുറമെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു 25 മാർക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ച് പരീക്ഷയിൽ പോകാനല്ല. സാറേ എനിക്ക് 25 മാർക്ക് മതി, എന്നാൽ ഞാൻ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ച് വെക്കോട്ടെ എന്നായിരിക്കും പലരും തലയിൽ ഉദിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത്. മക്കളെ, ഇത് മാത്രം പഠിച്ച് പോകാനല്ല, മറിച്ച് ഈ ചോദ്യങ്ങൾ പഠിക്കാതെ പരീക്ഷയിൽ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചോദ്യങ്ങൾ പഠിക്കാതെ എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോവരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിൽ തന്നെ പഠിക്കുക. ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക. കാരണം ഒരു ചാപ്റ്ററിൽ നിന്ന് ഇവിടെ നമ്മൾ 1-2 ചോദ്യങ്ങൾ മാത്രം സെലക്റ്റീവായി തന്നെ എടുത്തിരിക്കുകയാണ്. കാരണം അത്രയും ചോദിക്കാൻ പ്രോബബിലിറ്റിയുള്ള, അത്രയും സാധ്യതയേറിയ ചോദ്യങ്ങളാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. അതിന് നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. റൈറ്റ്, യെസ്, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എനർജി ചേഞ്ച് അഥവാ ഊർജ്ജമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഈ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലത്തെ ലൈവിനകത്ത് നമ്മൾ മിക്സിയുടെയും അതുപോലെ തന്നെ ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും അയൺ ബോക്സിൻ്റെയും ബാറ്ററിയുടെയും ഒക്കെ പഠിച്ചാണ്. ഇവിടെ അതിൽ നിന്ന് വേറിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം വളരെ നിങ്ങൾക്ക് ഫെമിലിയർ ആയ LED-യുടെ ഊർജ്ജമാറ്റം എന്താണ്? ഒരു LED ബൾബിനകത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞു വെച്ചാൽ യെസ്, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ശരിയല്ലേ? വൈദ്യുത ഊർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. ഒന്നാമത്തെ ചോദ്യത്തിൽ എ പാർട്ട് ഓക്കെയാണ്. ബി പാർട്ടിനാണ് കുറച്ചുകൂടി പ്രാധാന്യമുള്ളത്. ശ്രദ്ധിക്കുക. എന്താ ബി പാർട്ട്? ലൈറ്റ്നിങ് സമയത്ത് ഫ്യൂസ് വയർ മെൽട്ടായി പോകുന്നു. ആ സന്ദർഭത്തിലുള്ള ഊർജ്ജമാറ്റം എന്താണ്? ഇടിമിന്നൽ സമയത്ത് ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നു. ആ സാഹചര്യത്തിലുള്ള ഊർജ്ജമാറ്റം എന്താണ് എന്നാണ് ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട വിലപ്പെട്ട ചോദ്യമാണ്. അത് വിലപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് മക്കളെ? യെസ്, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സോ ഈ 2 എനർജി ചേഞ്ചുകൾ കൂടി നമ്മൾ ഇന്നലെ പഠിച്ച എനർജി ചേഞ്ചുകളുടെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്, ഇത്തരം സർക്യൂട്ടുകൾ നിങ്ങൾ പലപ്പോഴായി കണ്ടതായിരിക്കും. ഇതേ ചോദ്യം പലപ്പോഴും നിങ്ങൾ വർക്കൗട്ട് ചെയ്തായിരിക്കാം. പക്ഷേ ഈ ചോദ്യത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നാളത്തെ ചോദ്യ പേപ്പർ കാണുന്ന സമയത്ത് ഹീറ്റ് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും. അത് ഇതുപോലൊരു സർക്യൂട്ടിൽ നിന്നുള്ള ചോദ്യം ആവാനാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. സോ അത് പഠിച്ചിരിക്കണം. ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഇതേ ചോദ്യം വാല്യൂ പോലും മാറാതെ വരുമെന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിന് സമാനമായ, ഇതിന് സിമിലറായ ഒരു ക്വസ്റ്റ്യൻ നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും. അതെനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ടാണ് ഈ ചോദ്യം നമുക്ക് വായിക്കാം. 2 സർക്യൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 2 സർക്യൂട്ടിലുമുള്ള റിസൾട്ടൻ റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കണക്കാക്കുക. നിസ്സാരമായി കണ്ടുപിടിക്കാൻ പറ്റുമല്ലടാ, സിമ്പിളാണ്. സോ ആദ്യത്തെ സർക്യൂട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. രണ്ടും എന്താണ്? പാരലലിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ എ എന്ന് പറയുന്ന സർക്യൂട്ടിൽ 2 കമ്പോണൻസും പാരലലിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ RP ഈക്വൽ എന്താ ഫോർമുല? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. R1 എത്രയാണ് മക്കളെ? 6 ആണ്. സോ 6 × 6 ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 + 6 എന്ന് വരും. സോ 36 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും, ഈക്വൽ ടു 3 ഓം എന്ന് കിട്ടും. സോ എ എന്ന് പറയുന്ന സർക്യൂട്ടിലുള്ള റിസൾട്ടൻ റെസിസ്റ്റൻസ് പാരലൽ ആയതുകൊണ്ട് എത്രയാണ്? 3 ഓം ആണ്. അടുത്ത് ബി എന്ന് പറയുന്ന സർക്യൂട്ട്. ബി എന്ന് പറയുന്ന സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പ്രതിരോധങ്ങൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത്, ശ്രേണി രൂപത്തിലാണ് കണക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാം. RS ഈക്വൽ എന്താണ്? R1 പ്ലസ് R2 ആണ്. രണ്ടും 6 ആണ്. സോ NR എന്ന് കൊടുത്താലും ശരിയാണ് കേട്ടോ. സോ എത്രയാണ് വരിക? 6 + 6 എന്ന് വരും, ഈക്വൽ ടു എന്താണ്? 12 ഓം എന്ന് കിട്ടും. എത്രയാണ്? 12 ഓം നമുക്ക് വൃത്തിയായി തന്നെ കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാതെ അന്തസ്സായി മനസ്സിലായില്ലേ? സെറ്റല്ലടാ. അടുത്തലോട്ട് കിടക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തലോട്ട് കിടക്കുവാണ്. ബി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ്? എയിലുള്ള വൈദ്യുതി കണക്കാക്കുക. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. I ഈക്വൽ ടു എന്താ മക്കളെ? V/R ആണ് ഫോർമുല എന്ന് പറയുന്നത്. വോൾട്ടേജ് നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയാണ്? 12 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താണ്? ഇവയിൽ ഈ 12 വോൾട്ട് വോൾട്ടേജ് രണ്ടിനും എന്താണ്? തുല്യമാണ്. സോ അതിനാൽ തന്നെ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത് മക്കളെ. സോ I ഈക്വൽ ടു V/R ആണ്. വോൾട്ടേജ് എത്രയാണ്? 12 ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 4 ആംപിയർ ഈസ് അവർ കറണ്ട്.
സോ അവിടെയുള്ള കറണ്ട് എത്രയാണ്? 4 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുക. ടോട്ടൽ കറണ്ട് ആണ്, അത് എത്രയാണ്? 4 ആംപിയർ ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്തത് ശ്രദ്ധിക്കണം, സി ക്വസ്റ്റ്യൻ. എന്താ മക്കളെ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ബി ഇഫ് ദ കറണ്ട് ഫ്ലോസ് ത്രൂ 30 മിനിറ്റ്. രണ്ടാമത്തെ സർക്യൂട്ടിലൂടെ 30 മിനിറ്റ് സമയത്തോട്ട് വൈദ്യുതി പ്രവഹിച്ചാൽ ഉണ്ടാവുന്ന താപോർജ്ജം എത്രയാണ് എന്നാണ് ചോദ്യം. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമുക്കറിയാം എച്ച് ഈക്വൽ എന്താണ്? V²/R×T ആണ് ഫോർമുല. വോൾട്ടേജ് നമുക്കറിയാം 12 ആണ്. സോ 12 × 12 R എത്രയാണ് മക്കളെ? രണ്ടാമത്തെ സർക്യൂട്ടിലുള്ള പ്രതിരോധവും 12 തന്നെയാണ്. സമയം അവർ പറഞ്ഞിരിക്കുന്നത് 30 മിനിറ്റ് ആണ്. സെക്കൻഡിലോട്ട് മാറ്റാൻ ഒരിക്കലും മറക്കരുത്. സോ 30 × സെക്കൻഡിലോട്ട് മാറ്റാൻ എന്താണ്? 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി മക്കളെ. നോക്കണം, 12 ക്യാൻസലായി. 3 18. സോ 1800 × 12 എത്രയാണ് മക്കളെ? 21,600 ജൂൾ. 21,600 ജൂളാണ് ഉത്തരം എന്ന് പറയുന്നത്. വൃത്തിയായി മനസ്സിലായില്ലേ? ഈ ചോദ്യം അതുപോലെ സർക്യൂട്ട് മാറാതെ തരുമെന്നല്ല, ഇതിന് സമാനമായ സർക്യൂട്ട് ഇതേപോലുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്ന തരത്തിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസും കറണ്ടും അതുപോലെ തന്നെ ഹീറ്റും കണ്ടുപിടിക്കുന്ന തരത്തിൽ ചോദ്യം ഉറപ്പായും ചോദിക്കാം. ഇതല്ലെങ്കിൽ പവർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. അത് ഇന്ന് നമ്മൾ വിശദമായി തന്നെ വർക്കൗട്ട് ചെയ്താണ്. സോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെല്ലാവരും പഠിക്കുക. അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്വന്തം ലൗഡ് സ്പീക്കറാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. നെയിം ദ പാർട്സ് ABC. ABC എന്താണ് എൻ്റെ മക്കളൊന്ന് പറഞ്ഞ്? എന്താണ് എയും ബിയും സിയും? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. മുഴുവൻ മക്കളും കമൻറ്റ് ചെയ്തരാ. എന്താണ് എ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. എ എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്. എ എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ്. സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യെസ്, ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇത് മൂന്നും നിങ്ങൾക്ക് അറിയണം. എ എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്, ബി എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ്, സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സി എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ പറയുന്ന 3 പാർട്സ്. ഇതിന് പുറമേയും കുറച്ച് പാർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോഫ്റ്റ് അയൺ ഷീൽഡ്, ഇത് പഠിച്ചു വെക്കാനടാ. സോഫ്റ്റ് അയൺ ഷീൽഡ് ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് അയൺ കോർ ആണ്, കണക്റ്റിംഗ് വയറാണ്. എല്ലാ പാർട്ടുകളും അറിയണം. ഇവിടെ കാണിച്ച 3 പാർട്ടുകൾ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ, ഇതാണ് പരീക്ഷയിൽ ചോദിക്കുക എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അതിനകത്തുള്ള എല്ലാ പാർട്ടുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സോഫ്റ്റ് അയൺ ഷീൽഡ് ഉണ്ട്, സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ്. അടുത്തത് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം ഇൻ ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൽ ഡയഫ്രത്തിന്റെ പ്രാധാന്യം എന്താണ്? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഉപയോഗം എന്താണ്? ആക്ച്വലി ഇതിന്റെ വർക്കിംഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. അതായത് ഈ കണക്റ്റിംഗ് വയറിലൂടെ നമ്മൾ കറണ്ട് കൊടുക്കുകയാണ്. ആ കറണ്ട് ഏതിലൂടെയാണ് പിന്നീട് ഫ്ലോ ചെയ്യുന്നത്? വോയിസ് കോയിലിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് എവിടെയാണ് ഫ്ലോ ചെയ്യുക? വോയിസ് കോയിലിലൂടെ ഫ്ലോ ചെയ്യും. ആ വോയിസ് കോയിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ഒരു കാന്തിക മണ്ഡലത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വെൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ശരിയല്ലേ? വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ബലം ഏർപ്പെടും. നമ്മൾ പഠിച്ച കാര്യമല്ലടാ, പല തവണ പഠിച്ച കാര്യമല്ലടാ. അതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ വോയിസ് കോയിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതുമൂലം വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ആ വോയിസ് കോയിലിന്റെ മുന്നിലുള്ള ആര് കൂടി വൈബ്രേറ്റ് ചെയ്യും? ഡയഫ്രം കൂടി വൈബ്രേറ്റ് ചെയ്യും. ആ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. വോയിസ് കോയിലിന്റെ കമ്പനത്തിനനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുന്നത് മൂലമാണ് ശബ്ദം പുറത്തോട്ട് വരുന്നത്. ഇതാണ് ആക്ച്വലി ഡയഫ്രത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിളും നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വൃത്തിയായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റൈറ്റ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എഴുതാം നിങ്ങൾക്ക്. പ്രവർത്തന തത്വം എന്താണ് മക്കളെ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് തന്നെ എഴുതുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം എന്ന് തന്നെ എഴുതുക. അതിലൊരു മാറ്റവുമില്ല. റൈറ്റ്. യെസ്. അടുത്തത് ശ്രദ്ധിക്കണം. അതിൻ്റെ വർക്കിംഗ് വിശദമായി തന്നെ ആൻസേഴ്സ് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോമർ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം. സ്ഥിരമായിട്ടുള്ള പാറ്റേണിൽ നിന്ന് ചോദ്യം മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയ ഒരു ചോദ്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം സ്ഥിരം ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. VS/VP = NS/NP = IP/IS. അതുമായി കണക്ട് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പലപ്പോഴായി പ്രാക്ടീസ് ചെയ്താണ്. ഞാൻ അതിൽ നിന്ന് ഒരു പൊടിക്ക് മാറ്റം വരുത്തി പുതിയൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഏത് തരം ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ ഉത്തരം എഴുതാൻ ക്യാപ്പബിൾ ആയിരിക്കണം മക്കളെ. ഇവിടെ പറയുന്നത് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിന് പ്രൈമറിയുള്ളതിൻ്റെ ഇരട്ടി നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് സെക്കൻഡറിയിൽ എന്നാണ്. സെക്കൻഡറി കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ടേൺസ് ദാൻ ദ പ്രൈമറി കോയിൽ എന്നാണ് പറയുന്നത്. വോൾട്ടേജ് പ്രൈമറിയിൽ 25 വോൾട്ട് ആണെങ്കിൽ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് 2 times ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രൈമറി വോൾട്ടേജ് അവരെത്രയാണ് പറയുന്നത്? 25 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാമല്ലോ മക്കളെ. നിസ്സാരമാണ്. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം എഴുതുവാണ്.
NS/NP ഈക്വൽ എത്ര വരും? 2 എന്ന് വരും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്താണ് നോക്കണം. ഈ NP താഴോട്ട് വരുമ്പോൾ NS/NP എത്രയായിട്ട് മാറും? 2 ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം NS/NP ഈക്വൽ എന്താണ്? VS/VP ആണ്. സോ VS ഈക്വൽ ടു NS/NP ഇൻറ്റു എന്ത് വരും? VP എന്ന് വരും. NS/NP എത്രയാണ്? 2 ആണ്. VP എത്രയാണ്? 25 ആണ്. സോ ടോട്ടൽ എത്ര വരും? 50 വോൾട്ട് എന്ന് വരും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾക്കറിയണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടെ, പല കുട്ടികളും അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ട്രാൻസ്ഫോമറിന് 100% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഞാൻ അഡീഷണലി തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കണം, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ. നമുക്ക് എല്ലാവർക്കും അറിയാം പവർ ഈക്വൽ ടു എന്താണ്? VI ആണ്. സോ ഔട്ട്പുട്ട് ലഭിക്കുന്നത് സെക്കൻഡറിയിലാണ്. സോ ഔട്ട്പുട്ട് പവർ എന്തായിരിക്കും? VS/IS. ഇൻപുട്ട് കൊടുക്കുന്ന പ്രൈമറിയിലല്ലേ? സോ VP/IP. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായിട്ട് മനസ്സിലായി. ഈ കാര്യം നിങ്ങൾക്ക് അറിയണം. ഔട്ട്പുട്ട് പവറിൻ്റെ ഫോർമുല VS/ISഉം ഇൻപുട്ട് പവറിൻ്റെ ഫോർമുല VP/IP ആണെന്ന് അറിഞ്ഞെങ്കിൽ മതി. എഫിഷ്യൻസി എന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഔട്ട്പുട്ടിൻ്റെ VS/ISഉം ഇൻപുട്ടിൻ്റെ VP/IP അത്രയെങ്കിലും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ചില ചോദ്യ പേപ്പറുകളിൽ തരാറുണ്ട് 10 വാട്ടാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് VS ഇപ്പോൾ 20 വോൾട്ടാണ് തരും. സോ നമുക്ക് എളുപ്പത്തിൽ IS കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം P ഔട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ VS/IS ആണെന്ന്. അങ്ങനെയാണെങ്കിൽ IS എന്ന് പറഞ്ഞാൽ P ഔട്ട് ഡിവൈഡഡ് ബൈ VS ആണ്. ലൈക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന് പഠിച്ചു വെക്കുക, ആ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ മക്കളെ. അടുത്ത ചോദ്യം നോക്കടാ. അതേ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. എന്താ സാധനം? നമുക്ക് എല്ലാവർക്കും അറിയാം. യെസ്, ഇറ്റ് ഈസ് എ DC ജനറേറ്റർ. ഇതൊരു DC ജനറേറ്റർ ആണ്. A എന്ന് പറയുന്ന ഭാഗം എന്താണ്? അത് സ്പ്ലിറ്റ് റിംഗ് ആണ്. B എന്ന് പറയുന്ന ഭാഗം എന്താ മക്കളെ? അത് ആർമേച്ചർ ആണ്. B എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ചേഞ്ച് ഈസ് ടു ബി മെയ്ഡ് സോ ആസ് ടു കൺവേർട്ട് ദിസ് ഡിവൈസ് ഇൻ ടു AC ജനറേറ്റർ? ഈ പറയുന്ന ജനറേറ്ററിനെ AC ജനറേറ്റർ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നിസ്സാരമല്ലടാ. ഇതിനകത്ത് സ്പ്ലിറ്ററിംഗ് ആണ്. ആ സ്പ്ലിറ്ററിങ്ങിനു പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം? സ്ലിപ്പ് റിംഗ് റീപ്ലേസ് ചെയ്യണം. സ്പ്ലിറ്ററിങ്ങിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം മക്കളെ? സ്ലിപ്പ് റിംഗ് റീപ്ലേസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. DC ജനറേറ്ററിനെ AC ആക്കാൻ ഈ ഒരു മാറ്റം എന്തായാലും നിങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക. അടുത്ത്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? പ്രവർത്തന തത്വം എന്താ മക്കളെ? EMI ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതുപോലെ തന്നെ DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയായിരിക്കും DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുക. ഇവിടെയുള്ളത് ടൈമും ഇവിടെയുള്ളത് എന്താണ്? EMFും ആണ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. റൈറ്റ്, അടുത്തലോട്ട് കിടക്കട്ടെ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കടാ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നിസ്സാരമായൊരു ചോദ്യമാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നമ്മുടെ മിറേഴ്സ് ഓറിയൻറ്റഡ് ആയത്. വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്പെറിക്കൽ മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. ഒരു മിറർ ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അവിടെ നിൽക്കട്ടെ, 20 സെൻറ്റിമീറ്റർ. സിംപ്ലി അത് പോസിറ്റീവാണ് നെഗറ്റീവ് എന്ന കാര്യം കാരണം ഒരു സ്പെറിക്കൽ മിറർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മലയാളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ആവർത്തനം എത്രയാണ്? -1 ആണ്. എടാ, മാഗ്നിഫിക്കേഷൻ -1 ആണ്. മാഗ്നിഫിക്കേഷൻ -1 ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിൽ കോൺകേവ് മിറർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നിസ്സാരമല്ലേ? കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ? കണക്ട് ചെയ്യാൻ പറ്റി. ഇത് ഏത് ടൈപ്പ് ഓഫ് മിറർ ആണ്? നിസ്സാരമാണ്. റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് കോൺകേവ് മിറർ മാത്രമാണ്. ആ ഇമേജിൻ്റെ 2 ഫീച്ചേഴ്സ് പറയാമോ? നിസ്സാരമായി പറയാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ -1 ആണെങ്കിൽ നമുക്ക് ആ ഫീച്ചേഴ്സ് അന്തസ്സായി പറയാൻ പറ്റും. ഒന്നാമത്തെ, അത് റിയൽ ഇമേജ് ആണ്. രണ്ടാമത്തെ, അത് ഇൻവേർട്ടഡ് ആണ്. മൂന്നാമത്തെ, മോഡുലസ് ഓഫ് M ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്താണ്? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടിപൊളിയായി ഇമേജിൻ്റെ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടി സാധിക്കും. അത് ഫോം ചെയ്യുന്നത് സിയിൽ തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. റൈറ്റ്, അടുത്ത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 45 സെൻറ്റിമീറ്റർ എവേ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കുക. നിസ്സാരമായി കണ്ടുപിടിക്കാമല്ലോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 45 സെൻറ്റിമീറ്റർ അകലെയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ ഫോക്കൽ ലെങ്ത് അറിയാം. ഫോക്കൽ ലെങ്ത് എത്രയാണ്? F ഈക്വൽ ടു -20 അല്ലടാ? യെസ്, -20 സെൻറ്റിമീറ്റർ ആണ്. U നമുക്ക് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 45 സെൻറ്റിമീറ്റർ. സോ -45 സെൻറ്റിമീറ്റർ. V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 1/F ഈക്വൽ ടു 1/U പ്ലസ് 1/V ആണ്. സോ 1/V ഈക്വൽ ടു 1/F മൈനസ് 1/U എന്ന് വരും.
സോ 1/b ഈക്വൽ ക്രോസ് ചെയ്തേ യു മൈനസ് എഫ് ഡിവൈഡഡ് ബൈ യു എഫ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു എന്ത് വരും? യു എഫ് ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് എന്ന് വരും. റെഡി അല്ലേ? സോ വി ഈക്വൽ ടു യു എത്രയാണ് മക്കളെ? -45 എഫ് എത്രയാണ് മക്കളെ? എഫ് -20 ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. സോ -45 -20 എന്ന് വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ വി ഈക്വൽ എത്ര വരും? 900 എന്ന് വരും ഡിവൈഡഡ് ബൈ പ്ലസ് വരും. സോ എത്ര വരും? -25 എന്ന് വരും. സോ വി ഈക്വൽ ടു -36 സെൻറ്റിമീറ്റർ. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? -36 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതുപോലൊരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ എന്തായാലും കാണും. വളരെ 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 പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. റൈറ്റ്, അടുത്തിലൂടെ ഇറക്കാം. ശ്രദ്ധിക്കണം, മലയാളമൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് ഒബ്സർവ് ദ റേ ഡയഗ്രാം. ഈ റേ ഡയഗ്രാം എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഇമേജ് ഫോർമേഷൻ അടിസ്ഥാനത്തിൽ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. നിസ്സാരമാണ്. നേരെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഒരു വര വരച്ചോ, വേറെ ഒന്നും ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഒരു ക്ലിഞ്ചോസ്കി വര അങ്ങ് പിടച്ചാൽ മതി. വേറെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തച്ചിട്ട് ഒരു ക്ലിഞ്ചോസ്കി വര പിടയ്ക്കുക. അപ്പോൾ 2F പുറകിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. ഒരു സംശയം വേണ്ട, 2F പുറകിലാണ് എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജിൻ്റെ പ്രത്യേകതകളായിരിക്കും അടുത്ത ചോദ്യം. യെസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. എന്ത് ഇമേജാണ് മക്കളെ? ഒരു സംശയമില്ല, യഥാർത്ഥ പ്രതിബിംബമാണ്, റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ആണ്, അതുപോലെ തന്നെ ബിയോണ്ട് എവിടെയാണ്? 2F ആണ്. 2F പുറകിലാണ് ഇമേജ് ഫോം ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാതെ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ല. അടിപൊളിയല്ലടാ. സോ ഇത്തരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉറപ്പായും ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇനിയും കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, 10 അല്ലേ പറഞ്ഞത്. സോ അടുത്തത് ഇന്നലത്തെ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്ത സിമിലർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. റീഡ്രോ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ, ഐഡന്റിഫൈ ദ കളർ എക്സ്, വാട്ട് ഷേപ്പ് ഓഫ് റെയിൻബോ ഒബ്സർവ്ഡ് ഫ്രം ദ എയ്റോപ്ലെയിൻ. നിസ്സാരമാണ്. ഈ പടം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്താണ്? റിഫ്രാക്ഷനും ഡിസ്പേഴ്ഷനും സംഭവിക്കും. ഇവിടെ തട്ടി തിരിച്ചു വരാനാണ് പതിവ്. റൈറ്റ്, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ പല പല കളേഴ്സ് ആയിട്ട്, അത് കറക്റ്റായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ ഡിസ്പേഴ്ഷൻ്റെ കൂടെ റിഫ്രാക്ഷൻ കൂടി സംഭവിക്കും. മനസ്സിലാക്കിക്കോ. സോ ഒരു സൺലൈറ്റ് ആണ് ഇങ്ങനെ കടന്നു പോകുന്നതെങ്കിൽ ഡിസ്പേഴ്ഷനും റിഫ്രാക്ഷനും സംഭവിക്കും. ഇവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ, ആന്തര പ്രതിപതനം സംഭവിക്കും. ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തോട്ട് വരും. മുകളിലുള്ള കളർ എന്ന് പറഞ്ഞാൽ വയലറ്റ് ആണ്, താഴെയുള്ള കളർ എന്താണ്? റെഡ് ആണ്. സോ അതിനാൽ തന്നെ എക്സ് എന്ന് പറഞ്ഞാൽ വയലറ്റ് ആയിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. വൃത്തിയായി തന്നെ പഠിച്ചേക്ക്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അടുത്ത് അസ്ട്രോണൻസിന്, അതായത് അസ്ട്രോണൻസിനല്ല, എയ്റോപ്ലെയിനിൽ പോകുന്ന ആൾക്കാർക്ക് മഴവിൽ ഏത് ഷേപ്പിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക? സർക്കുലർ ഷേപ്പിലായിരിക്കും. സർക്കുലർ ഷേപ്പ്, വൃത്താകൃതിയിലായിരിക്കും, സർക്കുലർ ഷേപ്പിലായിരിക്കും കാണാൻ സാധിക്കുക. അടുത്ത ചോദ്യം നിസ്സാരമായ ചോദ്യമാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐഡന്റിഫൈ ദ ഫിനോമിന ഓഫ് ലൈറ്റ് ഫ്രം ദ ഫിഗർ. ചിത്രത്തിൽ നടക്കുന്ന ഫിനോമിന എന്താണ്? ഒരു സംശയമില്ല, ദിസ് ഈസ് ഡിസ്പേർഷൻ. ഡിസ്പേർഷനാണ്, പ്രകാശ പ്രകീർണനമാണ്. അടുത്തത് എ എന്താണ്? ബി എന്താണ്? എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്നത് റെഡിനാണ്, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാണ്. കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ഡീവിയേഷൻ കുറവാണ്, വ്യതിയാനം കുറവാണ്. വയലറ്റ് ആകുമ്പോൾ വേവ് ലെങ്ത് കുറവാണ്, ഡീവിയേഷൻ കൂടുതലായിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്തത് ഇഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ഗ്രീൻ ലൈറ്റ് ദെൻ വാട്ട് ഈസ് ദ കളർ ഒബ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ. നമ്മളിവിടെ കൊടുക്കുന്ന വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് ഈ കൈൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ആണ്. ഗ്രീൻ ലൈറ്റ് കൊടുത്താൽ, പച്ച ലൈറ്റ് കൊടുത്താൽ പുറത്ത് വരുന്നതും എന്തായിരിക്കും? അതും ഗ്രീൻ ലൈറ്റ് തന്നെയായിരിക്കും. അവിടെ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ഡിസ്പേർഷൻ സംഭവിക്കില്ല. ഗ്രീൻ ലൈറ്റ് കൊടുത്താൽ പുറത്ത് വരുന്നതും ഗ്രീൻ ലൈറ്റ് തന്നെയായിരിക്കും. അടുത്ത് ഏത് കളറാണ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുക? വയലറ്റ് ആണ്, കാരണം വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. ഏത് കളറിനാണ് കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്? അത് റെഡിനാണ്. ഡിസ്പേർഷൻ സമയത്ത് ഓരോന്നിനും വ്യത്യസ്തമായി ഡീവിയേഷൻ സംഭവിക്കാൻ കാരണം എന്താണ്? ഓരോന്നിനും വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം എന്താണ്? ഡിഫറൻ്റ് ആണ്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്ത റൈറ്റ് ദ 2 പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. അവസാന ചോദ്യമാണ്. ഗുഡ് ഫ്യൂവലിൻ്റെ 2 പ്രോപ്പർട്ടീസ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗുഡ് ഫ്യൂവലിൻ്റെ 2 പ്രോപ്പർട്ടീസ് വെച്ചാൽ നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതാം. ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ലോ കോസ്റ്റ് ആയിരിക്കണം, സ്റ്റോർ ചെയ്യാൻ പറ്റണം, പൊല്യൂഷൻ ഫ്രീ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം അന്തസ്സായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ മക്കളെ? ഈ 10 ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകാനല്ല, ഈ 10 ചോദ്യങ്ങൾ പഠിക്കാതെ പരീക്ഷയിൽ പോകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ലൈവ് നിങ്ങൾ ആരും മിസ്സാക്കരുത്. പ്രോപ്പർലി തന്നെ പഠിക്കുക. നല്ല മാർക്ക് നമുക്ക് കിട്ടും. നിങ്ങളിടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടുമടാ മക്കളെ. നിങ്ങൾ പേടിക്കണടാ മക്കളെ. കോൺഫിഡൻ്റ് ആയിരിക്കുക. എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെയുള്ള ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലവ് യു ഓൾ.